ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ വല്യു സീരീസ് ചാനൽ മിസ്റ്റർ ഇൻസോംനിയ വെയിറ്റിംഗ് ഫോർ ലവിൻ്റെ എപ്പിസോഡ് 2 ആണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ ലൂസിയും അതുപോലെ തന്നെ ഞാനും വന്ന് എന്താ പറയുന്നത്, അവൻ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ പോകുന്ന സമയത്ത് അവർ തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ ഇവർക്ക് ഉറക്കം വരുന്ന സീനോട് കൂടിയായിരുന്നു. ഇന്ന് സീനിൽ കാണിക്കുക ഇവർ എങ്ങനെയൊക്കെയോ സ്വിമ്മിംഗ് പൂളിൻ്റെ അറ്റത്ത് വന്നിട്ടാണ് ഇവർ കിടന്നുറങ്ങിയത്. ഉറങ്ങി എണീക്കുന്ന സമയത്ത് ലൂസിക്ക് മനസ്സിലാവും ഇവനെ തൊടുമ്പോഴാണല്ലോ എനിക്കിങ്ങനെ ഉറക്കം വരുന്നത്, അപ്പോൾ ഇവനെ തൊടുമ്പോഴാണ് എനിക്ക് ഉറക്കം വരുന്നുള്ള കാര്യം ലൂസി മനസ്സിലാക്കും. പക്ഷെ എന്നാലും നമ്മുടെ എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യാൻ തരില്ല. ഞാൻ അവിടെ നിന്ന് റെഡി ആയിട്ട് അവന് ഫുഡ് റെഡി ആയിട്ട് കഴിക്കാൻ പോകാൻ നിൽക്കുന്ന സമയത്ത് ലൂസി പറയും എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് സംസാരിക്കാനുണ്ടെന്ന്. അങ്ങനെ ഇവൻ പോവാണ്. ലൂസിയും അതുപോലെ തന്നെ നമ്മുടെ ഞാനും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി ആ റെസ്റ്റോറൻറ്റ് എവിടെയാണോ ഞാൻ ഫുഡ് കഴിക്കുന്നത് അവിടെ തന്നെ ലൂസിയും വിളിച്ചുകൊണ്ട് പോയിട്ട് സംസാരിക്കുകയാണ്. ലൂസി ആണെങ്കിൽ 10 ദിവസം ചോറ് കാണാത്ത കണക്കാണ് അവൾ പെരുമാറുന്നത്. അവളാണെങ്കിൽ കിട്ടുന്ന മൊത്തം വെട്ടി വിഴുങ്ങുന്നത്. ഇതെല്ലാം കണ്ട് ഞാനിരിക്കുക. അവസാനം അവൾ പറയണ എനിക്ക് വയറ് ഇറങ്ങുന്നു. അപ്പോൾ ഞാൻ പറയും നീ എന്താ പറയാൻ വന്നേ, അതങ്ങ് പറ. അപ്പോൾ ലൂസി പറയും അതോ അല്ല ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളിതിന് ഈ ഇടയ്ക്കിടയ്ക്ക് മരിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ ചോദിക്കും ഞാൻ എപ്പോഴാണ് മരിക്കാൻ പോയേ? അല്ല അന്ന് ആദ്യം ബിൽഡിങ്ങിൻ്റെ വണ്ടേ നിങ്ങൾ നിന്ന് അപ്പോൾ നിങ്ങളന്ന് സൂസൈഡ് ചെയ്യാൻ പോയതല്ലേ എന്ന് പറയാം. അപ്പോൾ അവൻ പറഞ്ഞാൽ ഇല്ല ഞാൻ അവിടെ ചുമ്മാ ചെന്ന് കാറ്റ് കൊള്ളാൻ നിന്നെയാണ്. അപ്പോൾ ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ പോകുമ്പോൾ നിങ്ങൾ പിൽസ് എടുത്തത് എന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ പറയും അത് വന്ന് ഞാൻ പിൽസ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിനുള്ളതാണ്, എനിക്ക് ഇൻസോംനിയയുടെ അസുഖം ഉണ്ടെന്ന് അവൻ പറയും. അപ്പോൾ അപ്പോഴും അവൾക്ക് അതങ്ങ് തൃപ്തിയാവില്ല. അവൾ ചോദിക്കും അപ്പോൾ കൈ മുറിച്ച് എന്തിനാന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും അതൊന്നുമല്ല, സ്വെറ്റർ തുന്നിയപ്പോൾ ആയതാ, നീ അതൊക്കെ വിട്, നീ എന്തോ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തേക്കും, ഞാൻ സൂസൈഡ് ചെയ്യാനൊന്നും ട്രൈ ചെയ്തതെന്ന്. അപ്പോൾ ഇവൻ ചോദിക്കും നീ ഇന്നലെ എല്ലായിടത്തും തന്നെ ഫോളോ ചെയ്യാൻ വരുന്നതെന്ന് ചോദിക്കും. അപ്പോൾ പറയും വേറെ ഒന്നുമല്ല, ഞാനിങ്ങനൊരു സംഭവത്തിന് ഈ മറ്റേ വോളണ്ടിയർ റിക്രൂട്ട്മെൻറ്റിന് കൊടുത്തായിരുന്നു, പക്ഷേ എന്നെ റിജക്റ്റ് ചെയ്തു. അപ്പോൾ സിഇഒനെ കണ്ടത് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ റൂഫ് ടോപ്പിക്ക് വന്നത്. പിന്നെ നിങ്ങൾ സൂസൈഡ് ചെയ്യാമെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഫോളോ ചെയ്ത് നിങ്ങളെ രക്ഷിക്കാനോ നോക്കിയെന്ന് പറയുമ്പോൾ നമ്മുടെ ഞാൻ പറയും ഓക്കെ അപ്പം നിനക്ക് നല്ലൊരു മനസ്സുണ്ടല്ലോ, ഓക്കെ നല്ല കാര്യം, എന്നാൽ ശരി പിന്നെ എന്താ നിനക്ക് പറയാമെന്ന് ചോദിക്കുന്ന സമയത്ത് പറയും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ എപ്പോഴൊക്കെ തൊടുന്നോ അപ്പോഴൊക്കെ നമ്മൾ ഉറങ്ങുന്നുണ്ട്, അപ്പോൾ നമ്മുടെ സൊമ്നിയയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് കഴിഞ്ഞാൽ മതിയെന്ന് നമ്മുടെ എന്താ പറയുന്നത് ലൂസി മനസ്സിലായ കാര്യം പറയും. പക്ഷേ ഞാൻ അങ്ങ് ദേഷ്യം വരും. ഞാൻ പറയും നീ എന്തൊക്കെ മണ്ടത്തര, സയൻറ്റിഫിക്കലി ഇതൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അവൻ അവളുടെ അടുത്ത് ചൂടായിട്ട് നമ്മുടെ ഞാൻ വന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഇതേ സമയം കാണിക്കുവാണ് നമ്മുടെ എന്താ പറയുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞില്ലേ ഒരു പെങ്കൊച്ച്. ആ പെണ്ണിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ ലിനിയാണ്. അവൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നുമല്ല, ഇവൻ്റെ കമ്പനിയിലൊരു ജോലിക്കാരെ, ഇവനെ ഒരു എന്താ അസിസ്റ്റൻ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു ജോലിയാണ് അവൾക്ക് കേട്ടോ. അപ്പോൾ അവളാണ് എല്ലാ കാര്യം ഇവൻ്റെ നോക്കി നടത്തുന്നതൊക്കെ ഈ ലിനി എന്ന് പറയുന്ന ഈ പെങ്കൊച്ചാണ്. അപ്പോൾ ലിനി വിളിച്ച് പറയുവാണ് നമ്മൾ റിസോർട്ടിൽ അന്നൊരു പെങ്കൊച്ചിനെ നമ്മൾ റിജക്റ്റ് ചെയ്ത് കളഞ്ഞില്ലേ, ആ പെങ്കൊച്ച് എങ്ങനെയൊക്കെയോ ഇതിനകത്ത് കയറിയിട്ടുണ്ട്, അവളെ ഞങ്ങൾ പിടിച്ച് പുറത്താക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് കാണിക്കുകയാണ്. ഇവൻ താഴോട്ട് നോക്കുമ്പോൾ നമ്മുടെ എന്താ പറയുന്നത് ലൂസി ഇല്ലയോ, ലൂസി അവിടെയുള്ള ഈ കാവൽക്കാരി മീൻസ് സെക്യൂരിറ്റീസ് എല്ലാം കൂടി പിടിച്ച് പുറത്താക്കുന്നത്. അപ്പോൾ ലൂസി പറയുന്നത് ഇവിടെ ഇത്രയും റൂം ഉണ്ടായിട്ടാണോ നിങ്ങൾ പറയുന്നത് ഇതിനകത്ത് റൂമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് ബഹളം വയ്ക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞ് കാണിക്കുവാണ് നമ്മുടെ ലൂസി വന്ന് പുറത്ത് ചെന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് അവളോട് ലിനി വന്നിട്ട് പറയണം നിങ്ങൾക്ക് VIP റൂം തരാനായിട്ട് എനിക്ക് മേലെ നിന്ന് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങളെയും ആ ഒരു ഇതിനെ റിക്രൂട്ട്മെൻറ്റിനെ എടുത്തിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ലൂസി ഭയങ്കര ഹാപ്പിയോ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഞാനാ പറഞ്ഞേക്കുന്നത് അവളെയും കൂടി എന്താ പറയുന്നത് ചേർത്തോളാൻ നമ്മൾ ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ലിനി അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഞാനാണെങ്കിൽ ഈ സമയത്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് ലിനി വന്ന് മെസ്സേജ് ഇടുവാണ് ഓൾറെഡി 20ാമത്തെ ആൾ ആയിട്ട് ആരുണ്ടായിരുന്നത് നമ്മുടെ ഞാനല്ലേ. അപ്പോൾ ഞാനിന് കൊടുത്തിരുന്ന മുറി വന്ന് എന്താണ് അത് വന്ന് ആർക്ക് കൊടുത്ത് നമ്മുടെ ലൂസിക്ക് കൊടുത്തിട്ടുണ്ട്. ഞാനിന് അതിൻ്റെ ഓപ്പോസിറ്റ് മുറിയാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇടുവാണ്. പക്ഷേ നമ്മുടെ ഞാൻ വന്ന് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അവൻ്റെ ഫോണിൽ ഒട്ടും ചാർജ് ഇല്ലാതെ ലാസ്റ്റ് ഈ മെസ്സേജ് ഉണ്ടായതിനു ശേഷം ഫോൺ ഓഫായി പോവാണ്. അപ്പോൾ അവൻ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഈ മെസ്സേജ് വരുന്നതെന്ന് അവൻ കാണത്തില്ല. ഇതേ സമയം ലൂസിക്ക് മുറി കിട്ടിയ സന്തോഷത്തിൽ അവൾ വരും. പ്രത്യേകിച്ച് അവൾക്ക് VIP മുറി തന്നെ കൊടുക്കണം എന്നാണ് ആര് പറഞ്ഞേക്കുന്നത്, ഞാൻ പറഞ്ഞേക്കുന്നത്. അവളിങ്ങനെ കയറിയിട്ട് പോകണം ദൈവമേ ഈ കെർവിൻ കമ്പനിക്കാർ കൊടുക്കുന്നതൊക്കെ സൂപ്പർ റൂമാണല്ലേ, എന്നാൽ ഇവരുടെ ബ്രാൻഡ് പോലെ തന്നെ റൂം എന്ന് പറഞ്ഞിട്ട് അവൾ എൻജോയ് ചെയ്യുവാണ്. അവിടെ എല്ലാം ചെല്ലുമ്പോൾ വലിയ ബെഡൊക്കെ കാണുമ്പോൾ അവളങ്ങ് ഹാപ്പി ആയിട്ട് അതിൽ ചാടി കയറി കിടക്കുക കേട്ടോ. അവൾ കിടന്നുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ലീപ്പിംഗ് എയ്ഡ് ഉണ്ട്, ഒരു മെഷീനാണ് ഇവർക്ക് ഉറക്കം വരുത്താനുള്ള ഒരു മെഷീൻ. ആ മെഷീൻ അങ്ങ് ഓണാവുക. മെഷീൻ ഓണാകുന്ന സമയത്ത് ഇവളുടെ ബോഡി ഫുള്ള് സ്കാൻ ചെയ്തിട്ട് അവരൊരു എന്താ പറയുന്നത് ഒരു സിസ്റ്റം പോലെ ഒരു സംഭവം അവിടെ ഇങ്ങനെ വായുവിൽ ഇങ്ങനെ വരിക. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവളുടെ ബോഡിയിൽ നിന്ന് വെച്ചിട്ട് 2 ഇതാ വരുന്നത്, ഒന്ന് ഇങ്ങനെ സ്നോഫോള് അല്ലെങ്കിൽ മഴക്കാലം. അവൾ ആദ്യം സ്നോഫോള് സെലക്ട് ചെയ്യും ഉറങ്ങാനുള്ളത്. അപ്പോൾ അവൾ പറയും എന്ത് ചെയ്യും ഇത്രയും പെട്ടെന്ന് എനിക്ക് ശരിയാകത്തില്ലെന്ന് പറഞ്ഞിട്ട് മഴ എടുക്കും. മഴയാകുമ്പോൾ അവൾക്ക് സൂപ്പർ ബാച്ചായിട്ട് അവൾക്ക് തോന്നും ഓക്കെ ഇത് മതി എന്ന് പറഞ്ഞാൽ അവളത് കൺഫേം ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവൾ വിചാരിക്കണം ഓക്കെ എന്നാൽ പോയിട്ടൊന്ന് കുളിച്ചിട്ട് വരാമെന്ന്. ഇതേ സമയം നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ഞാന് വന്ന് വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അവൻ്റെ ഫോൺ ഓഫാണ്. അപ്പോൾ അവൻ്റെ ഓൾറെഡി കൊടുത്തിരുന്ന റൂം അവൻ ഏത് കാർഡിൻ്റെയാണ്, ഇവളുടെ ഈ 20ാമത്തെ നമ്പർ ഇന്ന ആളുടെ റൂം മീൻസ് നമ്മുടെ ലൂസിയുള്ള റൂം. അപ്പോൾ അവൻ ആ റൂമിലേക്ക് അവനും കയറി വരിക. അപ്പോൾ അവൻ കയറി വരുന്ന സമയത്ത് ബെഡിൽ അവളില്ല.
അപ്പോൾ അവൻ കയറി വരുന്ന കാണുന്ന ഈ മഴയുടെ സീൻ. അപ്പോൾ വിചാരിക്കണം, ഓ എനിക്ക് എൻ്റെ മനസ്സെല്ലാം അറിയാലേ, അവൾ കറക്റ്റായിട്ട് ഞാൻ എന്തോ ഇഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു, വെരി ഗുഡ് വെരി ഗുഡ് എന്ന് അവൻ മനസ്സിൽ വിചാരിക്കുക. സത്യം പറഞ്ഞാൽ നമുക്കറിയാം ലൂസിയാണ് സെറ്റാക്കിയെന്ന്. ലൂസി കുളിക്കാൻ പോകുന്നത്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, കുളിക്കാൻ അവിടോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണത്തില്ല കേട്ടോ. അവസാനം ലൂസി വന്ന് കിടക്കും, ഉറങ്ങാനായിട്ട് അവൾ കിടക്കും. അപ്പോൾ ഇതേ സമയം ഞാൻ കുളിച്ചെല്ലാം വരുന്ന സമയത്താണ് ആരെ കാണുന്നത്, ലൂസിയെ കാണുന്നത്. അപ്പോൾ വിചാരിക്കുന്നത് ഈ പെണ്ണെന്ത് ഇവിടെ കയറി കിടക്കുന്നത് എന്താണെന്ന് ഇങ്ങനെ മനസ്സിലായിരിക്കും. ആ സമയത്താണ് അവൻ്റെ ഫോൺ ചാർജ് ഇട്ടിട്ടായിരിക്കും അവൻ പോയത്. ആ ഫോണിൽ മറ്റേ മെസ്സേജ് പോപ്പപ്പ് ആവുന്നത്, അത് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഓൾറെഡി ലിനി അവൻ്റെ റൂം മാറ്റി കൊടുത്തത്. എന്നിട്ട് അവൻ പോകാൻ നിൽക്കുന്ന സമയത്ത് അവനൊരു തോട്ട് വരും, ഓൾറെഡി ലൂസി ഇവൻ്റെ അടുത്ത് പറഞ്ഞാണല്ലോ നമ്മൾ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഉറങ്ങിപ്പോകും, രണ്ടുപേരും ഉറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ നൈസിന് പോയിട്ട് കവളത്ത് കുത്താൻ നിൽക്കും കേട്ടോ. ആ കവളത്ത് കുത്തിയത് മാത്രമേ അവനെ ഓർമ്മയുള്ളൂ, അവനും കൂടി അവളുടെ കൂടെ കിടന്ന് ഉറങ്ങിപ്പോവാണ്. അത് കഴിഞ്ഞ് കാണിക്കുവാണ് എന്താ പറയുന്നത്, ഇങ്ങനെ ഒരു സംഭവം കാണിക്കുകയാണ് എന്ന് വെച്ചാൽ ഇവള് രാവിലെ എണീറ്റിട്ട് എന്താ പറയുന്നത് ഇവർ തമ്മിൽ റൊമാൻസ് ചെയ്യുന്ന പോലെ. അത് കഴിഞ്ഞിട്ട് ഇതാക്കിയിട്ട് ഇവൻ ഞെട്ടി എണീക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവൻ കണ്ട് സ്വപ്നമായിരുന്നു റൊമാൻസ് ചെയ്യുന്ന പോലെ. സത്യാവസ്ഥ എന്നിട്ട് ആലോചിക്കുന്നത് ഞാനെന്താ ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നതെന്ന് വിചാരിച്ചിട്ട് ഇവൻ ഇവിടുന്ന് നൈസിന് അവൾ കാണാതെ പോകാൻ നിൽക്കുക കേട്ടോ. ആ ടൈമിൽ ലൂസി കറക്റ്റ് കാലെടുത്തിടും. അപ്പോൾ ഇനി അവളെ എണീപ്പിക്കരുതെന്നല്ലോ എന്ന് വെച്ചിട്ട് മെല്ലെ കാലെടുത്ത് മാറ്റുമ്പോൾ അവൾ കൈ എടുത്തിടും. അപ്പോൾ കൈ ഇങ്ങനെ മെല്ലെ എടുത്ത് മാറ്റിയിടുന്ന സമയത്ത് ഇവള് പെട്ടെന്ന് എണീറ്റ് അവിടെ കിടന്ന് ബഹളം വെക്കുകയാണ്. അപ്പോൾ ഇവള് എണീറ്റ് ബഹളം വെക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് അവിടുന്ന് എന്താ പറയുന്നത് പുറത്ത് പോകാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ലൂസി ഉണ്ടോ വിടുന്നു. ലൂസി വന്നിട്ട് പറയുന്നത് മര്യാദയ്ക്ക് പറഞ്ഞോ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ട്രൈ ചെയ്യാനല്ലേ നീ വന്നേ, നിനക്ക് ഇൻസോംനിയയുടെ അസുഖമുണ്ട് എനിക്കുണ്ട്, അപ്പം ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമുണ്ട്, നീ പിന്നെന്താ ആക്സെപ്റ്റ് ചെയ്ത് തരാത്തെന്നും പറഞ്ഞ് നമ്മുടെ യാൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ തിരിച്ച് ലൂസിയുടെ അടുത്ത് പറയാം എനിക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല, നിനക്ക് തോന്നിയത് എനിക്കിത് റൂം ആദ്യം എനിക്ക് തന്നാ, ഞാൻ അറിയാതെ ഇവിടെ ഈ മെഷീനിൽ കിടന്നപ്പോൾ ഉറങ്ങിപ്പോയത്, അല്ലാതെ നിൻ്റെ ഇതുകൊണ്ടൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ഇതാക്കാം. അപ്പോൾ ലൂസി പറയും ഇന്നൊരു രാത്രി മൊത്തം എൻ്റെ കൂടെ കിടന്ന് നീ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലിനി ഈ ബാലൻസ് ഉള്ള കാര്യം കേട്ടിട്ട് അപ്പം ലിനി വേറെ രീതിക്ക് എടുക്കാം. ലിനി വിചാരിക്കും ദൈവമേ ഈ സിയു ഇത്രയും പണി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അവൾ കയറി വന്നിട്ട് നമ്മുടെ എന്താ പറയുക ഞാനിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ എന്താ പറയുക ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ മാനേജ് ചെയ്തോന്നും പറഞ്ഞിട്ട് ലിനിയുടെ അടുത്ത് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ അസിസ്റ്റൻറ്റ് വേറൊരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നല്ലോ, ഇവർ അസിസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അത് അവൻ്റെ ഒരു കോവർക്കറാണ്, പക്ഷെ അവനേക്കാൾ ഇച്ചിരി താഴ്ന്ന ഇതിലുള്ള ഒരാളാണ്. ആ അസിസ്റ്റൻറ്റിൻ്റെ കോട്ടല്ലേ ഇവൻ വാങ്ങിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ വന്ന് ആ കോട്ടായിരിക്കും നമ്മുടെ എന്താ പറയുക ലൂസി പിടിച്ചു വലിക്കുക പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്നൊരു കാട് വീഴും. എന്നിട്ട് അവൻ എങ്ങനെയൊക്കെയോ കോട്ട് വലിച്ചെടുത്തിട്ട് അവൻ പോവും. അപ്പോൾ എന്നിട്ട് ലിനി ഇവളെ കൊണ്ടുപോയിട്ട് ഒരു കേക്ക് എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ട് പറയാം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്ത് തെറ്റ് പറ്റിയതാന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ എന്താ പറയുന്നത് ഇതാക്കി കൂളാക്കാൻ ശ്രമിക്കും. എന്നിട്ട് പറയും ഞാൻ ഈ കെർവിൻ ഗ്രൂപ്പിൻ്റെ ഈ ഒരു ടീമിലുള്ള ഇൻചാർജ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞ കുഴപ്പമില്ല നോക്കാമെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ലൂസി ഇവളെ എങ്ങനെയൊക്കെയോ എന്താ പറയുക പൊക്കോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടും കേട്ടോ. സംഭവം വേറൊന്നുമല്ല, ഈ കോട്ടിനകത്തുനിന്ന് മറ്റേ വിസിറ്റിംഗ് കാർഡ് വീണു കാണും. നമുക്കറിയാം അത് അസിസ്റ്റൻറ്റിൻ്റെ കോട്ടാണ്, പക്ഷെ അത് ആർക്കറിയത്തില്ല, ലൂസിക്ക് അറിയത്തില്ല. അപ്പോൾ ലൂസി വിചാരിച്ചിരിക്കുന്നത് കെർവിൻ കമ്പനിയുടെ എന്താ പറയുന്നത് സൂപ്പർ ഒരു എന്താ പറയുന്നത് സ്പെഷ്യൽ അസിസ്റ്റൻറ്റ്, അതാണ് അയാളുടെ ഒരു ഡ്യൂട്ടി. അപ്പോൾ സ്പെഷ്യൽ അസിസ്റ്റൻ്റാണ് ആര് നമ്മുടെ യാണെന്നും പറഞ്ഞിട്ടാണ് ലൂസി ഇരിക്കുന്നത്. അപ്പോൾ അവൾ ആ കാർഡ് എടുത്ത് വെച്ചേക്ക് ഇത് നോക്കാൻ വേണ്ടിയാണ് ലിനിയെ വേഗം അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. ഇതേ സമയം ഇന്ന് കാണിക്കുവാണ് നമ്മൾ എന്താ പറയുന്നത് ഞാനാണെങ്കിൽ കാറൊക്കെ ഡ്രൈവ് ചെയ്തിട്ടാണ് കേട്ടോ കമ്പനിക്ക് വരുന്നത്. അപ്പോൾ ഇവനിങ്ങനെ കയറി വരുന്ന സമയത്ത് അവൻ്റെ ഒരു അങ്കിൾ ഉണ്ട്, അങ്കിൾ ഷെൻ എന്നാണ് പേര്. അയാളെ പക്ഷേ ഇവൻ വിളിക്കുന്നത് ബ്രോന്നാ. അപ്പോൾ അങ്കിൾ ഷെൻ വിളിച്ചിട്ട് ഇവനെ വഴക്ക് പറയും നീ എന്ത് പരിപാടി കാണിച്ചത്, നിനക്ക് ഓൾറെഡി ഇൻസോംനിയയുടെ അസുഖമുണ്ട്, നിൻ്റെ അടുത്ത് ആരെ കാറൊക്കെ ഓടിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വഴക്ക് പറയാം. അപ്പോൾ പറയാം ബ്രോ എന്തോ ബ്രോ. അപ്പോൾ അങ്കിൾ ഷെൻ പറയാം നീ എന്തോ എന്നെ ബ്രോ എന്നുള്ളത്, ഞാൻ നിൻ്റെ അങ്കിളാന്നുള്ള കാര്യം ഞാൻ മറന്നു പോരുന്നു പറയാം. അപ്പം നമ്മുടെ ഞാൻ പറയും അങ്കിളെന്ന് വിളിക്കണോ, നിങ്ങൾക്ക് എന്നേക്ക് ആകെ 2-4 വയസ്സിൻ്റെ മൂപ്പല്ലേ ഉള്ളൂ, ഞാൻ നിങ്ങളെ അങ്കിളെന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് നാണക്കേട്, പിന്നെ നിങ്ങൾ ഇത്രയും ഹാൻഡ്സമും യങ്ങും ഒക്കെ ആയിട്ട് നിങ്ങൾ എങ്ങനെ ഞങ്ങൾക്ക് ഈ യങ് എന്ന് വിളിക്കുന്നത് പറയുന്ന സമയത്ത് ഷെന്നെ ഇച്ചിരി ഓക്കെയോ. ഷെന്നെ പറയും ഇനി മേലാക്ക നീ ഓടിക്കുമെന്ന് പറയുന്ന സമയത്ത് ഇവൻ പറയും ഞാൻ ഇന്നലെ നല്ല വൃത്തിയായിട്ട് ഉറങ്ങിയെന്ന് പറഞ്ഞു, നീ കള്ളൊന്നും പറയണ്ട, നീ കാർ ഓടിക്കണ്ടെന്ന് പറഞ്ഞാൽ കാർ ഓടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടും. അത് കഴിഞ്ഞ് കാണിക്കുവാണ് നമ്മുടെ ഇവരെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ അങ്കിൾ ഷെന്നും അതുപോലെ തന്നെ കുറേ സയൻറ്റിസ്റ്റുകൾ എന്ന് വെച്ചാൽ ഈ ഉറക്കത്തെ പറ്റി റിസർച്ച് ചെയ്യുന്നവർ ഉണ്ട്. വേറെ ഒന്നുമല്ല നമ്മുടെ ഞാൻ വന്ന് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മീറ്റിങ്ങിന് വന്നിട്ട് ഇവനിങ്ങനെ ഒരു റാൻഡം ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ തൊടുമ്പോൾ ഇൻസോംനിയുള്ള രണ്ടുപേരും തമ്മിൽ ഉറങ്ങുക അങ്ങനെ സയൻറ്റിഫിക്കലി പോസിബിൾ ആണെന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ എല്ലാവരും പറയും, ഓരോരുത്തരും പറയും ഇല്ല ഒരിക്കലും അങ്ങനെ ഒരു കാര്യം സയൻറ്റിഫിക്കലി പോസിബിൾ അല്ല. അപ്പോൾ അങ്കിൾ ഷെൻ ഇവൻ്റെ അടുത്ത് മെല്ലെ ചോദിക്കുകയാടാ നിനക്ക് ഇൻസോംനിയ കൂടി പ്രാന്തായോ നീ എവിടെ വന്ന് എന്തുവാടാ ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്കിൾ ഷെൻ പറയും. അപ്പോൾ ഞാൻ പറയും ഇല്ല ഞാൻ റാൻഡമായ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ജസ്റ്റ് അത് അങ്ങനെ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ ആ മീറ്റിംഗ് എല്ലാം തീർത്തിട്ട് ഇറങ്ങി വരുവാണ്. മാത്രമല്ല നമ്മുടെ ചീസുവിൻ്റെ കാര്യം പറഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൂസിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ക്ലോസ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞേ അവൻ കഫറ്റേരിയയിൽ ആ കഫേയിൽ വർക്ക് ചെയ്യുമല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോഫി ഷോപ്പിൽ വർക്ക് ചെയ്യല്ലേ.
അപ്പോൾ അങ്ങോട്ട് നമ്മുടെ ഇവള് പോയേക്കുക, നമ്മുടെ ആര് ലൂസി പോയേക്കുക. ലൂസി പോയിട്ട് പറയാണ് എടാ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ എനിക്ക് എന്താന്ന്. അപ്പോൾ ആദ്യം അവനെ കൈ പിടിച്ച് നോക്കും, അപ്പോൾ ഒരു മാറ്റമില്ല. പിന്നെ അവനെ ഹഗ് ചെയ്തിട്ടൊക്കെ നോക്കും കേട്ടോ, അപ്പോഴൊരു മാറ്റില്ല. എന്നിട്ട് അവൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെയുള്ളൊരു ഇത് കണ്ടില്ലേ ചിസുവിൻ്റെ എന്താ പറയുന്നത് വേറൊരു ഗേൾ ഫ്രണ്ടാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കളിയാക്കും. ഇത് ഇവർ കേൾക്കും. അപ്പോൾ ഇവന് ഇച്ചിരി നാണൊക്കെ വരുന്നുണ്ട് കേട്ടോ, ചിസുവിനൊക്കെ നാണൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് പുറത്തൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ വന്ന് എന്താ പറയുന്നത് നമ്മുടെ ലൂസി പറയും ഇത് വർക്കൗട്ട് ആവില്ല, അവൻ്റെ അടുത്ത് മാത്രമേ വർക്കൗട്ട് ആവത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോവാട്ടെ. പോകുമ്പോൾ അവന് ചേട്ടാന്ന് വിളിച്ചിട്ട് പോകും. അപ്പോൾ അവൾ ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടാന്ന് വിളിക്കുന്നവള്. എന്നിട്ട് അവന് ചേട്ടാന്നൊക്കെ വിളിച്ചിട്ട് അവൾ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ മുങ്ങിപ്പോവുക. വേറെ ഒന്നുമല്ല, അവൾക്ക് മനസ്സിലായി നമ്മുടെ ആരുടെ അടുത്ത് മാത്രമേ ഈ കാര്യം നടക്കൂ, ഈ ആൻ്റെ അടുത്ത് മാത്രമേ കാര്യം നടക്കൂന്ന്. അത് കഴിഞ്ഞ് കാണിക്കുവാണ്, ഈ കമ്പനി കാണിക്കുവാണ്. എന്നിട്ട് നമ്മൾ ഞാൻ ഇവിടുന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് അങ്കിൾ ഷേൻ വന്നിട്ട് പറയും എടാ വന്നേ നീ ഇനി കാർ ഡ്രൈവ് ചെയ്യാൻ നിൽക്കരുത്, പിന്നെ നീ എന്തൊരു മണ്ടൻ ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചേ, നിനക്ക് എന്താ അങ്ങനെ വല്ലവരും നീ കണ്ടുമുട്ടിയോ എന്നൊക്കെ ചുമ്മാ കുത്തി ചോദിക്കും. പക്ഷേ എങ്കിലും നമ്മുടെ ഞാനൊന്നും വിട്ട് പറയത്തില്ല. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് രാത്രിയാകുമ്പോൾ കാണിക്കുവാണ് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ലൂസി വന്നിട്ട് മറ്റേ ഉറക്കദേവതയില്ലേ അവരുടെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, സ്ലീപ്പിംഗ് കോഡിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഇതേ സമയം നമ്മുടെ ഞാനാണെങ്കിൽ പിൽസ് എടുത്തിട്ട് കിടക്കാൻ പോവാണ്. എന്നിട്ട് എന്താ പറയുന്നത് രണ്ടുപേരും എങ്ങനെയെങ്കിലുമൊക്കെ ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങ് കിടക്കുവാണ് പ്രാർത്ഥന കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കണം പിറ്റേന്ന് രാവിലെ നമ്മുടെ എന്താ പറയുക ലൂസിക്ക് മനസ്സിലാവും ഞാൻ ഉറക്കമൊന്നും ശരിയാവുന്നില്ല, ഇനിയിപ്പോൾ ഞാൻ എന്നെ കണ്ടാലല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവൾ വിചാരിക്കണം വിസിറ്റിംഗ് കാർഡിലെ നമ്പർ ഉണ്ടല്ലോ അത് നോക്കി വിളിക്കുക. ഈ സമയത്താണെങ്കിൽ ഈ അസിസ്റ്റൻ്റ് ഉള്ളൂ, ഈ സ്പെഷ്യൽ അസിസ്റ്റൻ്റ് അവൻ വന്ന് ആരുടെ അടുത്ത് നിൽക്കുവാണ്, നമ്മൾ ഞാൻ അടുത്ത് നിന്നിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ സമയത്ത് വിളിച്ചിട്ട് പറയുകയാണ് നീ 2 ദിവസം മുമ്പ് എൻ്റെ കൂടെ വന്ന് കിടന്നല്ലോടാ, എന്നിട്ട് നിനക്ക് എന്തുവാടാ, നീ എന്തുവാടാ ഇങ്ങനെ ഒരു കോൺടാക്റ്റ് ഇല്ലാതെ എവിടെ പോയാണെന്ന് പറഞ്ഞിട്ട് ഇവളങ്ങ് ചാടിക്കറി സംസാരിക്കുക. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻ്റ് ഇങ്ങനെ കിളി പോയി ഞാനോ എപ്പോഴാണെന്നുള്ള രീതിക്ക്. എന്നിട്ട് ഇവൻ പറയും നീ ഒന്ന് പോയടി എന്ന് പറഞ്ഞിട്ട് ഫോണും വെച്ചിട്ട് പോകും കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കും ആരാന്ന്, അപ്പോൾ എനിക്ക് അറിഞ്ഞൂടെ ഏതൊരു ഊള പെണ്ണാന്ന് തോന്നുന്നൊക്കെ പറയും. ആ ടൈമിൽ കറക്റ്റ് ഇവള് പിന്നെയും വിളിക്കും. കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ല ഊള പെണ്ണാതാ പിന്നെയും വിളിക്കുന്ന കണ്ടില്ലെന്ന്. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, സ്പീക്കർ ഇടാൻ പറയും. സ്പീക്കർ അവളത് എന്താ പറയുക അവനത് സ്പീക്കർ ഇടുവാണ്. അപ്പോൾ ഞാൻ ഏകദേശം മനസ്സിലാവും, കാരണം റിസോർട്ടിലെ കാര്യമെല്ലാം പറയുമ്പോൾ ഞാൻ മനസ്സിലായിട്ട് ഞാൻ വേഗം എടുത്തിട്ട് ഈ അസിസ്റ്റൻ്റ് ഒന്നും അറിയണ്ട വെച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. അപ്പോൾ അവിടുന്ന് വേഗം അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇതേ സമയം കാണിക്കുകയാണ് ലൂസി ആണെങ്കിൽ ഇവിടെ അപ്പോയിൻമെൻറ്റ് വന്ന് നിൽക്കും, ആരെ കാണണമെന്ന് പറഞ്ഞിട്ട് ഈ സ്പെഷ്യൽ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ മറ്റു ചെറുക്കനെ കാണണമെന്ന് പറഞ്ഞിട്ട് വന്ന് നിൽക്കും. അപ്പോൾ അവർ പറയണം പറ്റത്തില്ല, അപ്പോയിൻമെൻറ്റ് ഉണ്ടെങ്കിൽ അത് കയറി കാണാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവള് കാണുവാണ്. ഇവളെ കാണുമ്പോൾ ഒളിച്ചുകൊണ്ട് ആര് പോകുന്നു, നമ്മുടെ ഞാൻ പോകുന്നു. അപ്പോൾ ഇവള് ഇവൻ്റെ പിന്നാലെ പോയിട്ട് ഇവനെ പിടിച്ചിട്ട് പറയാണ് മര്യാദയ്ക്ക് ഞാൻ സംസാരിക്കുന്നൊന്ന് കേൾക്കാൻ പറയുമ്പോൾ പറയും എനിക്ക് എത്ര ലക്ഷം രൂപയാണ് ഞാൻ തരാമെന്നുണ്ട് അത് ചെക്ക് എഴുതി കൊടുക്കാൻ നിൽക്കും. അപ്പോൾ അവൾ പറയും എനിക്ക് പൈസയൊന്നും വേണ്ട, ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നു പറയുന്ന സമയത്ത് ഇത് പറയുന്നത് കേൾക്കാതെ പോകാൻ നിൽക്കുക. അപ്പോൾ ഇവള് കുറേ പറയുമ്പോൾ ഇവൾ ലാസ്റ്റ് പോയോണ്ടിരുന്ന അവൻ തിരിച്ചുകൊണ്ട് പറയും ശരി എന്താ നിനക്കെന്തോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയല്ലേ, എന്നാൽ ട്രൈ ചെയ്ത് നോക്കാൻ പറയും. അപ്പോൾ ഇവിടെ ആദ്യം ഇവനെ ഹഗ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒന്നും നടക്കത്തില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവൻ പറയും ശരി എന്നാൽ ഇപ്പോൾ മനസ്സിലായില്ല നടക്കത്തില്ലെന്ന് പറയുന്ന സമയത്ത് മുഖത്തും പിടിച്ചു നോക്കുമ്പോൾ നടക്കത്തില്ല. അവസാനം ഇവന് അത് കഴിഞ്ഞിട്ട് ഇവൻ പറയണമെന്ന് ശരി ഞാൻ പോവാം, എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ അങ്ങ് പോവാണ്. ആ സമയത്ത് പോകാതിരിക്കുന്നത് ദൈവമേ ഇന്നലെ വരെ നടന്നില്ല, ഇന്ന് എന്താ നടക്കാത്തെന്നും പറഞ്ഞ് നമ്മൾ ലൂസി ആലോചിച്ച് നിൽക്കുന്ന സീനോട് കൂടിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.